കറുപ്പം വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയ്ക്ക് കൊടുത്ത ഒരു ചാനൽ നമ്മളതാണ്. ധാരാളം വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, നന്ദി. ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇവിടെ ഒരുപാട് മാധ്യമപ്രവർത്തകരൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെയും സൈനിക മേധാവികളുടെയും സൈനിക വിദഗ്ധരുടെയൊക്കെ വേഷത്തിൽ വന്നിരുന്ന് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പം അണുബോംബാണോ ഇടുന്നത്, ആറ്റം ബോംബാണോ ഇടുന്നത്, ഹൈഡ്രജൻ ബോംബാണോ, അതോ അന്തർവാഹിനിയാണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർക്ക് ഞാൻ പറയുന്നത്, ശ്രീ പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇന്ത്യൻ സേനയെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല. 3 സർജിക്കൽ സ്ട്രൈക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ബർമയിലാണ്. ബർമയില് അവർ എന്താണോ ഇന്ത്യയോട് ചെയ്തത് അതേ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു ബർമയിൽ കൊടുത്തത്. സമാസമം. പുൽവാമയിലും പത്താൻകോട്ടിലും ഒക്കെ നടന്നത് സൈന്യത്തിനെതിരെയുള്ള തിരിച്ചടിയാണ്. അത് സൈന്യത്തിനെ കൊണ്ട് തന്നെ കൊടുത്തു. സമാസമം. ഇപ്പോ പഹൽഗാമിൽ നടന്നിരിക്കുന്നത് സിവിലിയൻസിന് നേരെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു ആക്രമണമാണ്. ഇത് രാജ്നാഥ് സിംഗ് ആണ് യോഗത്തിന് അധ്യക്ഷം വഹിച്ചത്. രാജ്നാഥ് സിംഗ് ഇപ്പൊ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. രാജ്നാഥ് സിംഗ് സർവകക്ഷി യോഗത്തിന് അധ്യക്ഷം വഹിച്ചത് തന്നെ വളരെ പ്രധാനമാണ്. പ്രധാനമന്ത്രി അതിനകത്ത് പങ്കെടുക്കാതിരുന്നു. അവിടെ നമ്മൾ വായിക്കേണ്ടത്, ഇപ്പോ നടന്ന ആക്രമണം രാജ്നാഥ് സിംഗിന്റെ വകുപ്പിന് കീഴിലല്ല, അത് വന്നിരിക്കുന്നത് ശ്രീ അമിത്ഷായുടെ വകുപ്പിന് കീഴിലാണ്, ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്. അതിനുണ്ടാവാൻ കാരണം ശ്രീ ഒമർ അബ്ദുള്ളയുടെ സർക്കാർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തുറന്നു കൊടുക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല. ഇവിടെ അടിപ്പൂട്ടി ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, പിന്നെ അവിടെ ഒമർ അബ്ദുള്ളയുടെ സർക്കാരിന് അധികാരം കൊടുക്കാത്തതുകൊണ്ടാണ് പറ്റിയെന്ന്. അവർക്ക് അധികാരം കൊടുത്തത് കൊണ്ടാണ് പറ്റിയത്. അപ്പോൾ ഇവര് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തത് ഒരു സിവിലിയൻ നടപടിയായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി. ശരിയാണ്, സുരക്ഷാ സമിതിക്കൊന്നും വീഴ്ചയുണ്ടായി, അല്ലെ ഇന്റലിജൻസിന് വീഴ്ചയുണ്ടായി. ഇത് തുറന്ന വിവരം ഇന്റലിജൻസ് ഏജൻസികൾ കേന്ദ്ര സർക്കാരിനെ, സുരക്ഷാ ഏജൻസികളെ അറിയിക്കണമായിരുന്നു. അവിടെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്, ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പറയുന്നില്ല. ഓരോ സംഭവത്തിന്റെ ഇടയ്ക്ക് ഒരു വീഴ്ച ഉണ്ടാവും. ആ വീഴ്ച ആരെന്ന് കണ്ടെത്തി റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് ഉരുളേണ്ട തല ഉരുണ്ടിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അതെപ്പോഴും മാനേജ്മെന്റിൽ ഒരു പ്രിൻസിപ്പിളാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു തല ഉരുളണം, അത് ഉരുളേണ്ട സമയത്ത് ഉരുണ്ടോണം. നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് അടുത്ത് മോദി സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ള. മോദി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, രാജ്നാഥ് സർക്കാർ ഒന്നും ചെയ്യത്തില്ല. ചെയ്യേണ്ടത് അമിത്ഷായാണ്. അമിത്ഷാ ആർക്ക് പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ മതി, അമിത്ഷാ യോഗിക്ക് പഠിക്കുകയാണ്. യോഗി ചെയ്തത് എന്താ? ആരാണോ സ്ത്രീകൾക്കും പൊതുസമൂഹത്തിനും എതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ വരുന്നത്, അവർക്ക് കിടന്നുറങ്ങാൻ വീടുണ്ടാവില്ല. ഒരു ടാർപ്പാലിന് 4 കമ്പും അവിടെ വച്ചേക്കും. കമ്പും കുത്തി വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോളാം, മഴ നനയാണ്. നമ്മൾ വീണ്ടും വേ ബാക്ക്, നമ്മൾ ഇപ്പോഴുള്ള 2K ജനറേഷനിലുള്ള കുട്ടികൾക്ക് അറിയത്തില്ല. ഖാലിസ്ഥാൻ ഭീകരവാദം നടക്കുന്ന സമയത്ത് പഞ്ചാബില് KPS ഗിൽ എന്ന് പറഞ്ഞ ഒരു സിഖുകാരനെയാണ് DGP ആയിട്ട് തീരുമാനിച്ചത്. KPS ഗിൽ എന്താ ചെയ്ത്? ഭീകരന്മാരെ പിടിക്കാൻ പോയില്ല. അവർ ചെയ്തത് ഭീകരന്മാരുടെ വീട് കണ്ടുപിടിച്ചു, അവർ വീട്ടുകാരെന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചു. അത് 24 മണിക്കൂർ മോണിറ്റർ ചെയ്തു, അവരെ ട്രാക്ക് ചെയ്തു. ഇന്നലെ പ്രധാനമന്ത്രി ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട വാക്കാണ് അവരെ ട്രാക്ക് ചെയ്തു. ഓരോ ഭീകരവാദികളെയും ട്രാക്ക് ചെയ്തു. അവരെ മാത്രമല്ല, അവരെ കുടുംബത്തിനെയും ട്രാക്ക് ചെയ്തു. അവരെ കുടുംബം സേഫ് അല്ല എന്ന് തോന്നിയ സമയത്ത് അവർ ഭീകരവാദം ഉപേക്ഷിച്ച് നല്ലവരായിട്ട് ഇപ്പൊ നല്ല പഞ്ചാബികളായിട്ട് നമ്മൾ പഞ്ചാബിൽ ജീവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. നമ്മളൊരു ഫ്ലാഷ് ബാക്ക് എടുക്കുകയാണെങ്കിൽ, ഇന്ത്യ ഏറ്റവും അവസാനം ആണവായുധം പരീക്ഷിച്ചപ്പോഴത്തേക്ക് നമ്മളെ സൈനിക മേഖലയിലുള്ള നീക്കങ്ങൾ മറ്റു പല ഏരിയകളിലുമായിരുന്നു. പഞ്ചാബ് ഏരിയയിൽ സൈനിക നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയും ലോകത്തെ ഇന്റലിജൻസും പിന്നെ സാറ്റലൈറ്റുകളും എല്ലാം അത് പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരുന്നു AB വാജ്പേയിയുടെ സർക്കാർ രഹസ്യമായിട്ട് രാജസ്ഥാനില് അണു വിസ്ഫോടനം നടത്തിയത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തുള്ള എല്ലാ ചാര സ്പൈ ഏജൻസികൾക്കും ഞെട്ടലായിരുന്നു ആ ഒരു ഓപ്പറേഷൻ. അപ്പോൾ ഇപ്പോഴും നമ്മൾ അന്തർവാഹിനിയുള്ള ഫോട്ടോ ഒക്കെ കാണിക്കും, പടക്കപ്പലുകളുടെ ഫോട്ടോ ഒക്കെ ഇടും.
അണുബോംബിന്റെ മിസൈൽ പരീക്ഷണമൊക്കെ നടത്തും. അതൊക്കെ ഒരു മറയായിരിക്കും. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചു തുടങ്ങി. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് വന്ന ഒരു വാർത്ത, ഭീകരന്മാരുടെ വസതികള് കാശ്മീരില് ആക്രമിച്ചു തുടങ്ങി. ഭീകരന്മാരെ സഹായിക്കുന്നവരെയും ഭീകരന്മാരും അവരുടെ വസതികളിൽ സൂക്ഷിച്ചു കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് ഭീകരപ്രവർത്തനം നടത്താൻ പറ്റുന്നത്. മിനിങ്ങാന്ന് തന്നെ ഒരു ലഷ്കർ-ഇ തയ്യബയുടെ കമാൻഡറെ പിടിച്ച് തലയ്ക്ക് വെടിവെച്ച് കൊന്നവൻ. അപ്പോൾ റൂട്ട് കോസ് ലഷ്കർ-ഇ തയ്യബയാണ്. ലഷ്കർ-ഇ തയ്യബയുടെ കമാൻഡർ തന്നെ ആദ്യം കൊന്നു. അവർക്കൊരു ക്ലിയർ സിഗ്നൽ കൊടുത്തു, വി ആർ ട്രാക്കിംഗ്. ഒരു ഭീകരതയും ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് അദ്ദേഹം അത് ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി ഭീകരന്മാരുടെ വീട് ബോംബ് സ്ഫോടനത്തിൽ തകർക്കുകയാണ് ചെയ്തത്. വെടിവെക്കാനും ഗ്രനേഡ് എറിയാനൊന്നും പോയില്ല, ബോംബ് സ്ഫോടനത്തിൽ അങ്ങ് തകർത്തു. ഇനിയും അമിത്ഷായുടെ ജോലി, ആഭ്യന്തരമന്ത്രിക്ക് ഹോം മിനിസ്റ്റർ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഹോം മിനിസ്റ്ററുടെ ജോലി കാശ്മീരിലും കാശ്മീരിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഇന്ത്യക്കകത്ത് ഭീകരതയെ വളർത്തുന്ന, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് സഹായം ചെയ്യുന്ന, അവരെ പരസ്യമായിട്ട് അനുകൂലിക്കുന്ന ആൾക്കാർ ആരൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കുക, അവരെ ഓരോരുത്തരെയായിട്ട് വേരറുക്കുക, തകർക്കുക. ഇതായിരിക്കും ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന മാതിരി ഇന്ത്യ ബ്രഹ്മോസ് കൊടുത്തിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു ചെറിയൊരു ഭീകരാക്രമണമാണ്. കഴിഞ്ഞ പാകിസ്ഥാൻ പ്രൊമോട്ട് ചെയ്ത ഭീകരവാദം കഴിഞ്ഞ 25-30 വർഷങ്ങളായിട്ട് VP സിംഗിന്റെ സർക്കാരിന്റെ കാലം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഏകദേശം 40-45 വർഷമായിട്ട് പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണങ്ങളിൽ വളരെ നികൃഷ്ടം തന്നെയാണിത്. എന്നാലും ഏറ്റവും വലുത് ഇതല്ലായിരുന്നു. അപ്പോ നമുക്ക് നമ്മുടെ 2 അയൽവക്കത്തുള്ള ശത്രു രാജ്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു കയറ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ഭാഷയിൽ ഒരു മോര എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു മോരയുണ്ട്. അതായത് പാകിസ്ഥാനിലോട്ട് വെള്ളം വിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ കരയും, ബംഗ്ലാദേശിലോട്ട് വെള്ളം തുറന്നു വിട്ടാലും ബംഗ്ലാദേശ് കാണത്തില്ല. ഇന്ത്യ സർവശക്തി ഉപയോഗിച്ച് ഇന്ത്യയുടെ അണക്കെട്ടുകളൊക്കെ ബംഗ്ലാദേശിലോട്ട് തുറന്നു കഴിഞ്ഞാൽ ധാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഉണ്ടാവില്ല. അതേപോലെ ഇന്ത്യയിൽ നിന്നും ഹിമാലയത്തിൽ നിന്നും പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന നദികളിൽ നിന്നും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും വെള്ളം കുടിക്കത്തില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ബട്ടൺസ് ഉണ്ട്, എവിടെ പ്രസ് ചെയ്യണോ. അപ്പം ഈ സർക്കാരിനെ പറ്റിയിട്ടും ഈ BJPയെ പറ്റിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും രാംനാഥ് കോവിന്ദിനെ പറ്റി അറിയാമായിരുന്നോ? ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദ്രൗപദി മുർമുവിനെ പറ്റി അറിയാവുന്ന? ഇല്ല. പക്ഷെ അവരൊക്കെ BJPയുടെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഗവർണർമാരായിരുന്നു. അവരൊക്കെ പ്രസിഡന്റുമാരാക്കുമ്പോഴത്തേക്ക് നമ്മളാരും ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഈ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ഈ മാധ്യമത്തിൽ വന്നിരിക്കുന്ന ആർക്കും പ്രവചിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ BJP പറയുന്നത് ചെയ്യില്ല, ചെയ്യുന്നത് പറയില്ല. പക്ഷെ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. നന്ദി, നമസ്കാരം.